നമസ്കാരം ഡിജിറ്റൽ മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു അൺബോക്സിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇരിക്കുന്നത് നോക്കിയയുടെ മറ്റൊരു പുതിയ മോഡലാണ്. നോക്കിയ 5.1 എന്ന മോഡലാണ്. അപ്പോൾ ഈ ഫോൺ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിവ്യൂ നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ ഡിജിറ്റൽ മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഡിവൈസ് എൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിവൈസ്, നോക്കിയ 5.1 ഓൾറെഡി അത് ഒരു കവറിൽ ഒക്കെ ഇട്ട് പാക്ക് ചെയ്ത് തന്ന ഐറ്റമാണ്. നമ്മളത് അതുകൊണ്ട് അത് അഴിക്കുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 1-2 സ്പെക്സൊക്കെ ആദ്യം തന്നെ പറയേണ്ട ആൻഡ്രോയിഡിൻ്റെ 1 ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഏറ്റവും പുതിയ ഒറിയോ ഉണ്ട്. കൂടാതെ പൈ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോൺ ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടുത്ത ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അഡാപ്റ്റർ ഉണ്ട്. കൂടാതെ നമുക്ക് ഡാറ്റ കേബിൾ ലഭിക്കുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബോക്സിലുള്ളത്. ഇതിന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ബാക്ക് കവർ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെക്സ് 1-2 സ്പെക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. 5.8 ഇഞ്ചിൻ്റെ എഡ്ജ് ഡിസ്പ്ലേ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എഡ്ജ് ടു എഡ്ജ് 19.9 ഡിസ്പ്ലേ റേഷ്യോയും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം ഇപ്പോൾ മോട്ടോയുടെ ഏറ്റവും പുതിയ പവർ 1 അവർ പുറത്തിറക്കിയിരുന്നുണ്ട് ഇതേ റേഞ്ചിൽ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മോട്ടോയുടെ 1ഉം ഇതുമായിട്ടൊക്കെ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 15 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഫോൺ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5.8 ഇഞ്ചിൻ്റെ 19.9 ഡിസ്പ്ലേ റേഷ്യോയിൽ പുറത്തിറക്കിയിരിക്കുന്ന മോഡലാണിത്. പിന്നെ ബാക്കിൽ ക്യാമറ പറയേണ്ട ഡുവൽ ക്യാമറ തന്നെയാണ്. 13+5 മെഗാ പിക്സലിൻ്റെ ഡുവൽ ബാക്ക് ക്യാമറയും കൂടാതെ 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. പിന്നെ ഇതിൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, 2 വേരിയൻറ്റുകളിൽ ഇപ്പോൾ വിപണിയിൽ പുറത്തിറങ്ങുന്നുണ്ട്. 3 GB റാമിലും 4 GB റാമിലും 32 GB ഇൻ്റർണൽ സ്റ്റോറേജിലും 64 GB ഇൻ്റർണൽ സ്റ്റോറേജിലും ഈ ഫോണുകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഫോണാണ്. ബാക്കിൽ ഗ്ലാസ് ആണ്, താഴെ വീണാൽ പൊട്ടും. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ 1 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകൾ തന്നെ ആൻഡ്രോയിഡിൻ്റെ 1 തന്നെയാണ് ഇറങ്ങുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇത് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. പിന്നെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹെലിയോ പ്രൊസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം. 400 GB വരെ ഇതിൻ്റെ മെമ്മറിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ AI സെൽഫി ക്യാമറയാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആൻഡ്രോയിഡ് പൈയുടെ അപ്ഡേഷനാണ്. ഇതിൽ ലഭിക്കും. ഇതിന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ഫ്ലിപ്കാർട്ടിൽ ഇത് എത്തുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 3 GB റാമിൽ 32 GB ഇൻ്റർണൽ സ്റ്റോറേജിൽ പുറത്തിറങ്ങിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ 30% യൂസ്ഡ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഒന്നിനെ യൂസ് ചെയ്തിട്ടില്ല. അതായത് 32 GB 9 GB യൂസ് ചെയ്തതിന് ശേഷം ബാക്കി മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം എല്ലാം 0 ആണ്. സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് ഇത് 9 GB പോയിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡിൻ്റെ 1 വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രൊസസ്സറിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 9 GB ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് 32 നിന്ന് 9, 10 പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 22 GB അടുത്ത് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. 3 GB വേരിയൻറ്റിൽ. അപ്പോൾ നോക്കിയയുടെ 5.1 നമുക്ക് ഇതിൻ്റെ ഫുൾ റിവ്യൂ വരും ദിവസങ്ങളിൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.